Good evening. Good evening, ma'am. Good evening. Ma'am. Good evening, ma'am. Good evening. Happy New Year. Happy New Year. Happy New Year, ma'am. എല്ലാരും ന്യൂ ഇയർ ഒക്കെ അടിച്ചു പൊളിച്ചോ? ന്യൂ ഇയർ ഒക്കെ ആഘോഷിച്ചോ? ക്രിസ്മസ്, ന്യൂ ഇയർ കുറെ നാളായി നമ്മൾ കണ്ടിട്ടല്ലേ? ഓക്കെ, അപ്പൊ Good evening, ma'am. എന്താണ്? ഓക്കെ, ഗുഡ് ഈവനിങ് കേട്ടോ എല്ലാവർക്കും. ഗുഡ് ഈവനിങ്. കഴിഞ്ഞ വർഷത്തില് നമുക്ക് കുറെ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കുറെ സങ്കടം നിറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ വർഷം നമ്മുടെ സ്വപ്നങ്ങളെയൊക്കെ യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ. നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ കൈവരിക്കാനായിട്ട് സാധിക്കട്ടെ ഈ ഒരു വർഷം. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, നന്നായിട്ട് പണിയെടുക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോ ഇനി എക്സാം ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ? എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് എക്സ്പീരിയൻസ് എക്സാമിന്റെ? ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ്. ഹാപ്പി ന്യൂ ഇയർ മാം. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു എക്സാം? കുഴപ്പമുണ്ടായിരുന്നു? ഹാപ്പി ന്യൂ ഇയർ. എക്സാം ഒക്കെ നന്നായിട്ട് എഴുതിയോ എല്ലാവരും? എന്താണ് ഈസിയും അല്ല എന്നാ ഡിഫിക്കൽട്ടും അല്ല, ബിറ്റ്വീൻ ആയിരുന്നു. സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നല്ലേ കുറച്ച്, അല്ലേ? സ്റ്റാൻഡേർഡ് അല്ല, മൊത്തം ഫുൾ ക്വസ്റ്റ്യൻ നല്ല സ്റ്റാൻഡേർഡുള്ള ക്വസ്റ്റ്യൻ തന്നെ ആയിരുന്നു. അതായത് നമുക്ക് കുറച്ചൊക്കെ മാത്രമേ ഉള്ളൂ പി ഡി എഫിൽ ഡയറക്റ്റ് വരുന്ന ആ ടൈപ്പ് അല്ലായിരുന്നു. പുറത്തുനിന്നായിരുന്നു ക്വസ്റ്റ്യൻ കൂടുതലും. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള, ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിന് ക്വസ്റ്റ്യൻ കിട്ടും. ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരുന്നു കൂടുതൽ അതിനകത്ത് വന്നത്. പിന്നെ പി ഡി എഫിനകത്തൊന്നും നമ്മള് മോക്ക് ടെസ്റ്റിനകത്തിന്റെ അത് ഏരിയ പോലും വന്നില്ല. മോക്ക് ടെസ്റ്റിനകത്ത് നമുക്ക് മുമ്പ് ചെയ്തിട്ടുള്ള അതിന്റെ ഒരു ഏരിയ പോലും കൈവച്ചിട്ടില്ല ആ ക്വസ്റ്റ്യൻ. ആ നിലയിലായിരുന്നു. നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് പിടിച്ചെടുത്ത് പറ്റത്തുള്ളൂ. കുഴപ്പമില്ല. അല്ല, നല്ലപോലെ കഷ്ടപ്പെട്ട് നല്ലപോലെ വായിച്ചെടുത്താൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. നല്ലപോലെ ശരിക്കും. അപ്പോ ഇപ്പോ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അത് പരിചയപ്പെടുത്തുക മാത്രമാണ് നമ്മൾ ആദ്യം ചെയ്യുന്ന ക്വസ്റ്റ്യൻസിനെ. അപ്പൊ ഇത്തരത്തിലായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക കേട്ടോ. അതായത് പി ഡി എഫിൽ നിന്ന് മാത്രമല്ല ഉണ്ടാവുക, അധികം പുറത്തുണ്ടാകും. ക്ലാസ് ഒക്കെ ശ്രദ്ധിച്ച് കേട്ട് അതുമായി കൂടുതൽ പഠനങ്ങൾ നടത്തിയാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുക, ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോ കുറെ പേര് എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. എന്താ പറയാ, മാർക്ക് നല്ല രീതിയിൽ കിട്ടി, എക്സാം ടഫ് ആയിരുന്നു, സിമ്പിൾ ആയിരുന്നു, അങ്ങനെ പറഞ്ഞ കുറെ മെസ്സേജുകളും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ഞാനത് നോക്കിട്ട് എന്താ പറയാ, നമ്മൾക്ക് ഒരു ഇതുണ്ടാവുമല്ലോ, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഇടുമ്പോൾ നിങ്ങളെ കൊണ്ടത് പറ്റും എന്ന് നമുക്കൊരു തോന്നലുണ്ടാവും. അതുകൊണ്ടാണ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇടുന്നത്. നിങ്ങൾ അങ്ങനത്തെ കുട്ടികളാണ്, നല്ല രീതിയിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുമെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇട്ടത് കേട്ടോ. അപ്പൊ എന്താ പറയാ, ഇതുപോലെ തന്നെ ഇങ്ങനത്തെയുള്ള, അതായത് ഒരു കാര്യം നമ്മൾ പഠിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ചാപ്റ്ററിൽ ഒരു കാര്യം പഠിക്കുമ്പോൾ അതുമായിട്ട് റിലേറ്റബിൾ ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ നോക്കി പോകണം. എന്നാൽ മാത്രമാണ് നമുക്ക് ആ സമയത്ത് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല, എക്സാം സമയത്ത് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. ഡെയിലി നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോൾ എന്തൊക്കെയാണോ, ചിലപ്പോൾ ഞാൻ പറയാത്ത കാര്യങ്ങൾ ഉണ്ടാവും, ചിലപ്പോൾ അത് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അത് ഉടനെ തന്നെ ഒരു നോട്ട്ബുക്കിൽ കുറിച്ച് വെക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് നമ്മുടേതായിട്ടുള്ള നോട്ട്സും മറ്റു കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് എന്ത് ചെയ്യാം. ഇനി നമുക്ക് പ്രാക്ടീസ് ആണ് വരുന്നത്. ഈ 2 ചാപ്റ്ററും കൂടി ഉള്ള പാർട്ട് 4 എടുത്ത് തീർക്കാനായിട്ട്. അതിനുശേഷം പ്രാക്ടിക്കൽ ആക്ടിവിറ്റികളാണ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. കുറച്ചും കൂടി രസകരമാണ്. തിയറീസ് ഒന്നും തന്നെ നമുക്ക് പഠിക്കാനുണ്ട്, ലാംഗ്വേജിൽ വരുന്നുണ്ട്. അതിനു മുമ്പ് നമ്മൾ പ്രാക്ടിക്കൽ ഏരിയ കവർ ചെയ്യും. കുറെ അധികം ആക്ടിവിറ്റികൾ നമ്മൾ ചെയ്യുന്നത്. ഇനി
തുടർന്നുള്ള ക്ലാസ്സുകളിലാണ് കേട്ടോ. എല്ലാവരെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കും. ഒരു ബാച്ചിലെ സ്റ്റുഡൻസ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് വീഡിയോസും മറ്റൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പൊ എല്ലാവരും അതിന് റെഡി ആയിരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു കേട്ടോ. ഓക്കെ, പറഞ്ഞൊക്കെ തരാം, എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞൊക്കെ തരാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ക്ലാസ് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. വേറെ ആർക്കും എക്സാമിനെ കുറിച്ചൊന്നും പറയാനില്ലെന്ന് വിചാരിക്കുന്നു. നമുക്ക് യൂണിറ്റ് 10 ആണ് ഞാനിപ്പോ എടുക്കുന്നത്. ഒരു 9 ഉണ്ട്, അതൊരു 2 pages ഉള്ളത് ലാസ്റ്റ് നമുക്ക് ഫിനിഷ് ചെയ്യാം. ഇന്ന് നമുക്ക് ഈ ഒരു പേജ്, ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. മാൻ ആൻഡ് എൻവയൺമെന്റ് ഒന്ന് റീഡ് ചെയ്യാം. ആദ്യം ഫസ്റ്റ് പേജ് റീഡ് ചെയ്യാം. ഈ ചാപ്റ്റർ വായിക്കുമ്പോൾ നിങ്ങൾ എവിടെയൊക്കെയോ പഠിച്ചതൊക്കെ ഓർമ്മ വരും കേട്ടോ. എവിടെയൊക്കെയോ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും കാര്യങ്ങള്, അതൊന്ന് ഓർത്തെടുത്താൽ മതി. വായിച്ചു കഴിഞ്ഞിട്ട് തമ്പ് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് പാരഗ്രാഫ് എന്താ പറയുന്നേ? ഫസ്റ്റ് പാരഗ്രാഫ് വായിച്ചിട്ട് എന്താ മനസ്സിലായത്? സുജാത കോമാട്ടില് ഹാപ്പി ന്യൂ ഇയർ പറയുന്നുണ്ട് കേട്ടോ എല്ലാവരോടും. ഹാപ്പി ന്യൂ ഇയർ സുജാത. താങ്ക് യു മാം. എന്താണ് മനസ്സിലായത് സുജാത? വായിച്ചു കഴിഞ്ഞോ? എന്താ മനസ്സിലായത്? മാം ഞാൻ ജസ്റ്റ് കയറിയുള്ളൂ. ഇപ്പൊ കേറിയുള്ളൂ അല്ലെ? ഓക്കെ. രമ്യക്ക് എന്താ മനസ്സിലായത്? രമ്യ പിയ. മാം, റിസോഴ്സസിനെ കുറിച്ചും പിന്നെ റിസോഴ്സസ് 2 ടൈപ്സ് ഉണ്ട്. നാച്ചുറൽ റിസോഴ്സസ്, റിന്യൂവബിൾ റിസോഴ്സസ് ഉപയോഗിക്കാം, അതായത് വീണ്ടും വീണ്ടും ഉപയോഗിച്ചു കഴിഞ്ഞാൽ പുനരുപയോഗിക്കാൻ പറ്റുന്നതും ഉപയോഗിക്കാൻ പറ്റാത്തതുമായ വിഭവങ്ങൾ, അതല്ലേ മാം? അതെ അതെ അതെ, അതാണ് പറയുന്നത് അല്ലേ? പിന്നെ അലീഷ. മാം, ഇത് എത്രാമത്തെ ചാപ്റ്റർ ആണ്? ഞാൻ കേറിയപ്പോ എനിക്ക് നെറ്റ് ഇല്ലായിരുന്നു, ഇപ്പോഴാണ് നെറ്റ് വന്നത്. പാർട്ട് 4 യൂണിറ്റ് 10 ആണ്. മാൻ ആൻഡ് എൻവയൺമെന്റ്. എന്തോന്ന് മാം? കേട്ടില്ല. മാൻ ആൻഡ് എൻവയൺമെന്റ് യൂണിറ്റ് 10 പാർട്ട് 4. ഓക്കെ മാം. ഫസ്റ്റ്
പാരഗ്രാഫിൽ എന്താ പറയുന്നേ? ആ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ കൊടുത്തിരിക്കുന്നതിൽ എന്താ പറയുന്നേ? എന്താണ് റിസോഴ്സസ് എന്ന് പറയണം. ആ, റിസോഴ്സസിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ? എന്താണ് റിസോഴ്സസ്? വിഭവങ്ങള് അല്ലെ? നമ്മുടെ ഭൂമിയില് കുറെ അധികം റിസോഴ്സസ് കുറെ അധികം റിസോഴ്സസ് ഉണ്ട്. ഓക്കെ, എന്തൊക്കെയാണ് ആ റിസോഴ്സസ്? ആരൊക്കെയാണെങ്കിലും ഒന്ന് പറഞ്ഞേ, എന്തൊക്കെയാണ് റിസോഴ്സസ്? രമ്യ പറയട്ടെ, ഇനി വേറെ ഒരാള് പറയാ. എന്തൊക്കെയാണ് റിസോഴ്സസ്? ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. റിസോഴ്സസ് എന്തൊക്കെയാ നമ്മുടെ ഭൂമിയിലുള്ള? ഒരു റിസോഴ്സസും ഇല്ലേ ഭൂമിയില്? നാച്ചുറൽ റിസോഴ്സസ് ഉണ്ട്, മാൻമെയ്ഡ് റിസോഴ്സസ് ഉണ്ട്. ആ, നാച്ചുറൽ ഉണ്ട്, മാൻമെയ്ഡ് ഉണ്ട്. ഓക്കെ, നാച്ചുറൽ റിസോഴ്സസ് എന്തൊക്കെയാണ് സുജാതെ? നാച്ചുറൽ സൺ വാട്ടർ, എയർ, അതൊക്കെ നാച്ചുറൽ റിസോഴ്സസ് ആണ്. ആ, ഓക്കെ. മാൻമെയ്ഡ് റിസോഴ്സസ് എന്താണ് ഷെറിൻ? മാൻമെയ്ഡ് റിസോഴ്സസ് പറഞ്ഞത് പെട്രോള്, ഡീസല്, കൽക്കരി, അതൊക്കെ മാൻമെയ്ഡ് റിസോഴ്സസിൽ പെടില്ലേ? ഗ്യാസ്, ബയോഗ്യാസ്. മാൻമെയ്ഡ് ആണോ അതൊക്കെ? നാച്ചുറൽ റിസോഴ്സസ് ആണ്. അല്ല, നാച്ചുറൽ റിസോഴ്സസ് ആണ്. പക്ഷെ അത് കണ്ടുപിടിച്ചത് പക്ഷെ മാൻ പവർ യൂസ് ചെയ്തിട്ടല്ലോ. എന്താണ് സുജാല? അല്ല, അത് നമ്മൾ കണ്ടുപിടിക്കുകയാണല്ലോ. മറ്റത് ഓൾറെഡി നേച്ചറിൽ ഉള്ളതാണല്ലോ, സണ്ണും. അങ്ങനെ. അപ്പൊ ഇവിടെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് റിസോഴ്സ് എന്ന് പറഞ്ഞാല് എന്താ പറയാ, നമ്മുടേതായിട്ടുള്ള ചില ലക്ഷ്യങ്ങള് നേടുന്നതിനുള്ള ഒരു മാർഗമായിട്ട് റിസോഴ്സസിനെ കാണുന്നുണ്ട്. അതായത് മനുഷ്യന് പല ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അതായത് ഓരോ കാര്യങ്ങളും മനുഷ്യന് എന്താണ് ചെയ്യാൻ എയിം ഉണ്ടാവും, ഓരോ കാര്യങ്ങളും നിറവേറ്റുന്നതിന്. അപ്പോ മനുഷ്യന്റെ കാര്യങ്ങൾ നിറവേറ്റുന്നതിന് അല്ലെങ്കിൽ ഭൂമിയുടെ ആവശ്യകതകളൊക്കെ നിറവേറ്റുന്നതിന് റിസോഴ്സസിനെ ഒരു എന്താ പറയാ, ഒരു എയിം ആയിട്ട് കാണുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നാളത്തേക്കായിട്ട് കരുതി വെച്ചിരിക്കുന്ന ഒരു സപ്ലൈ ഫാക്ടറായിട്ട് റിസോഴ്സസിനെ കാണണം. അതായത് നമ്മുടെ തലമുറകൾക്ക് ഉപയോഗിക്കാനാകുന്ന ഒരു സപ്ലൈ ഫാക്ടറായിട്ട് എന്തിനെ കാണുന്നുണ്ട്? റിസോഴ്സസിനെ കാണുന്നുണ്ട്. അപ്പോ എന്താ പറയാ, നമ്മുടെ ഭൂമിയില് അതായത് പല രീതിയിൽ തിരിച്ചിട്ടുണ്ട്. അറ്റ്മോസ്ഫിയർ എന്നും ഹൈഡ്രോസ്ഫിയർ എന്നും ലിത്തോസ്ഫിയർ എന്നും തിരിച്ചിട്ടുണ്ട്. എന്നിവയുൾപ്പെടെയുള്ള ഭൂമിയുടെ വിവിധ ഭാഗങ്ങളില് റിസോഴ്സസുകൾ കാണപ്പെടുന്നു. അപ്പൊ ഏതൊക്കെ ഭാഗങ്ങളാണ്? അതായത് ഭൂമിയുടെ ഉപരിതലം, സർഫേസ് ഉൾപ്പെടെയുള്ള അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷം, അതുപോലെ തന്നെ ഹൈഡ്രോസ്ഫിയർ, ലിത്തോസ്ഫിയർ, ഈ 3 വിഭാഗങ്ങളിലായിട്ട് എന്ത് കാണപ്പെടുന്നുണ്ട്? റിസോഴ്സസുകൾ കാണപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോ ഈ ഹൈഡ്രോസ്ഫിയർ എന്താണ്? കേട്ടിട്ടുണ്ടാവുമല്ലോ. ഹൈഡ്രോസ്ഫിയർ എന്തിനാ പറയുന്നത്? ഹൈഡ്രോസ്ഫിയർ നിങ്ങളിതൊക്കെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും, ഓർമ്മയുണ്ടാവില്ല അല്ലെ? ചിലപ്പോ ഓർമ്മയില്ലേ? നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത് 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലൊക്കെയാണ് ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് ബേസ് ആയിട്ട് ഇതിനെ കുറിച്ച് പഠിക്കുന്നത്. എന്താണ് പഠിച്ചിട്ടുണ്ട്, ഓർമ്മ കിട്ടണില്ല. ബൈഹാർട്ട് പഠിച്ചിട്ടാണ് അത് കിട്ടാത്തത് കേട്ടോ. ബൈഹാർട്ട് പഠിച്ചിട്ടാണ് അത് കിട്ടാത്തത്. ബൈഹാർട്ട് അല്ലെങ്കിൽ നമുക്കത് ഓർമ്മ വരും. ഓക്കെ, അപ്പോ ഇതിനകത്ത് ഹൈഡ്രോസ്ഫിയർ എന്ന് പറഞ്ഞാല് നമ്മുടെ ഭൂമിയിലുള്ള മൊത്തം ജലത്തിന്റെ ആകെ തുകയാണ് ഹൈഡ്രോസ്ഫിയർ എന്ന് പറയുന്നത്. നമ്മുടെ ഭൂമിയില് എന്താണ് പറയാ, പല ഭാഗങ്ങളിലായിട്ട് ജലം കാണപ്പെടുന്നുണ്ട്. അതിനെ ടോട്ടലായിട്ട് പറയുന്നതാണ് എന്ത്? ഹൈഡ്രോസ്ഫിയർ. എവിടെയൊക്കെയാണ്? നമ്മുടെ ഭൗമോപരിതലത്തിൽ, ഭൂമിയുടെ സർഫേസിൽ വെള്ളം കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ സമുദ്രത്തില്, ഓഷനില് ധാരാളം വെള്ളമുണ്ട്. അതുപോലെ തന്നെ വായു, ആർദ്രത എന്ന് പറയും നമ്മൾ, ഹ്യൂമിഡിറ്റി എന്ന് പറയില്ലേ, ഈർപ്പത്തിന്റെ അളവ്, അവിടെ വെള്ളം കാണാറുണ്ട്. അതായത് കുഞ്ഞു കുഞ്ഞു തുള്ളികൾ കേട്ടോ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള പല എന്താ പറയാ പാളികളിലായിട്ട് എന്ത് കാണപ്പെടുന്നുണ്ട്? ഈ ഒരു വെള്ളം കാണപ്പെടുന്നുണ്ട്. അപ്പോ നമ്മുടെ ഭൂമിയിലുള്ള ആകെ ജലത്തിന്റെ അളവിനെയാണ് എന്ത് പറയാ? ഹൈഡ്രോസ്ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തത് ലിത്തോസ്ഫിയർ ആണ്. ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞാല് നമ്മുടെ ഭൂമിയുടെ
ഭൗമോപരിതലത്തിലായിട്ട്, അതായത് മുകൾ പാളിയിലല്ല കുറച്ചുകൂടി താഴെയായിട്ട് കുറേയധികം പാറ കഷ്ണങ്ങൾ കാണാറുണ്ട്. റോക്സ് എന്ന് പറയും അല്ലേ? അതായത് കുറേയധികം പാറ കഷ്ണങ്ങൾ കാണപ്പെടുന്നുണ്ട്. ഇതിനെ എന്താണ് ലിത്തോസ്ഫിയർ എന്ന് പറയാം. ഓക്കെ, ഭൂമിയുടെ ഉപരിതലത്തിലായിട്ട് ധാരാളം പാറകഷ്ണങ്ങളുണ്ട്. ഓക്കെ, ഏറ്റവും മുകളിലായിട്ടുള്ള കുറച്ച് താഴെയായിട്ട് സെക്കൻഡ് ലെയറിലായിട്ട് എന്ന് പറയാം. ഭൂമിയുടെ സെക്കൻഡ് ലെയറിലായിട്ട് പാറകഷ്ണങ്ങൾ നിറഞ്ഞിട്ടുണ്ട്. അതിനെ ലിത്തോസ്ഫിയർ എന്നാണ് പറയാം. ഓക്കെ, രണ്ട് കാര്യങ്ങൾ മനസ്സിലായോ? രണ്ട് തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? ഹൈഡ്രോസ്ഫിയർ. ഓക്കെ, അടുത്തതാണ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. നമ്മുടെ അന്തരീക്ഷം. ഇതിനകത്ത് ധാരാളം ഖരപദാർത്ഥങ്ങളുണ്ട്, സോളിഡ് എന്ന് പറയും നമ്മള്. അതുപോലെ ധാരാളം ലിക്വിഡ്സ്, അതായത് ലിക്വിഡ് ഫോമിലുള്ള കാര്യങ്ങൾ, വാതകങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഗ്യാസ് ഫോമിലുള്ള പലതരം പദാർത്ഥങ്ങൾ കാണാനായിട്ട് പറ്റും. അപ്പൊ ഇത്തരത്തിലുള്ള പദാർത്ഥങ്ങൾ, കമ്പോണൻസിന്റെ ഒരു ആകെ തുകയാണ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് കേട്ടോ. അറ്റ്മോസ്ഫിയറിലെ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, ഈ മൂന്ന് കാര്യങ്ങളുടെയും ഒരു കമ്പൈൻഡ് ഫോം ആയിട്ടാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിനെ കാണുന്നത്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട്, ബേസ്ഡ് ഓൺ ദ അഫ്ലുവൻസ് ആൻഡ് അവൈലബിലിറ്റി നാച്ചുറൽ റിസോഴ്സസ് ആർ ഡിവൈഡഡ് ഇൻടു 2 sections. They are renewable and non renewable resources. അഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ സമൃദ്ധി എന്നാണ് അർത്ഥം കേട്ടോ. സമൃദ്ധി, അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ ലഭ്യത. അപ്പോ ഈ ഒരു നാച്ചുറൽ റിസോഴ്സസിന്റെ ലഭ്യതയും സമൃദ്ധിയും കണക്കിലെടുത്തുകൊണ്ട് നമ്മൾക്ക് റിസോഴ്സസിനെ രണ്ടായിട്ട് തിരിക്കാനായിട്ട് പറ്റും. ഒന്ന് റിന്യൂവബിൾ റിസോഴ്സസ്. റിന്യൂവബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പുനരുപയോഗിക്കാൻ കഴിയുന്ന വിഭവങ്ങൾ കേട്ടോ. പുനരുപയോഗിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കാനായിട്ട് കഴിയുന്ന വിഭവങ്ങളെയാണ് നമ്മൾ റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് വാട്ടർ, കൊടുത്തിട്ടുണ്ട് ബയോമാസ്, കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വെള്ളം നമുക്ക് വീണ്ടും വീണ്ടും പുനരുപയോഗിക്കാനായിട്ട് സാധിക്കും, അത് വീണ്ടും വീണ്ടും ഉണ്ടാവുന്നതാണ്. ബയോമാസ്, അതും എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. പ്ലാന്റ്സിന്റെ മെറ്റീരിയൽസിനെയാണ് നമ്മൾ ബയോമാസ് എന്ന് പറയുന്നത്. സസ്യങ്ങളുടെ പദാർത്ഥങ്ങൾ ഉണ്ടല്ലോ, അതിനെയാണ് ബയോമാസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വേറെയും നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. ഒന്ന് ഓർത്തു നോക്കിയേ, എന്തൊക്കെയാണ് റിന്യൂവബിൾ റിസോഴ്സസിൽ വരുന്നത്? പുനഃസ്ഥാപിക്കാൻ പറ്റുന്ന വിഭവങ്ങളിൽ എന്തൊക്കെയാ വരിക? എന്തൊക്കെയാ വരിക? കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടതാണത്. ഒരു ബേസ് ആയിട്ട് പഠിക്കുന്നതാണെങ്കിൽ, കുഞ്ഞു പിള്ളേരാണെങ്കിലും ഇത് പഠിച്ചിട്ടേ നമ്മൾ മുകളിലോട്ട് പോകുള്ളൂ. എന്തൊക്കെയാ വരിക? സൺലൈറ്റ്. സൺലൈറ്റ് എന്ന് പറയില്ല, നമ്മൾ സോളാർ എനർജി എന്നാ പറയാം കേട്ടോ. അപ്പൊ റിന്യൂവബിൾ റിസോഴ്സസിൽ വരുന്ന ഒന്നാണ് സോളാർ എനർജി. വിൻഡ്, വിൻഡ് കാറ്റുണ്ടല്ലോ, ഓക്കെ, അത് വരും. അതുപോലെ തന്നെ ജിയോ തെർമൽ എനർജി. ജിയോ തെർമൽ എനർജി അതായത് എന്താ പറയാ, ഹീറ്റ് ഓഫ് എർത്ത് ആണ് ജിയോ തെർമൽ എനർജി എന്ന് പറയുന്നത്. അത് നമുക്ക് പുനഃസ്ഥാപിക്കാനായിട്ട് പറ്റും. പിന്നെ ബയോമാസ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓഷൻ വേവ്സ്, തിരമാലകൾ, ഇതൊക്കെ എന്താണ്? പുനഃസ്ഥാപിക്കാനായിട്ട് പറ്റുന്ന വിഭവങ്ങളാണ്, അല്ലെങ്കിൽ റിന്യൂവബിൾ റിസോഴ്സസ് ആണ് കേട്ടോ. ഓക്കെ, രണ്ടാമത്തത് ഇവിടെ പറയുന്നുണ്ട് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. അപ്പൊ എന്താണ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്? ആദ്യത്തേത് ഞാൻ പറഞ്ഞു പുനഃസ്ഥാപിക്കാൻ പറ്റുന്നതാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ രണ്ടാമത്തേത് എന്തായിരിക്കും? പുനരുപയോഗിക്കാൻ പറ്റാത്തത്, പുനഃസ്ഥാപിക്കാൻ പറ്റാത്തത്. പുനരുപയോഗിക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കാൻ പറ്റാത്തത്. ഇത് നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കും തോറും ഇതിന്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കും, തീർന്നു പോകുന്നത്. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇത് ഒരു ഫിക്സഡ് എമൗണ്ടിലേ ഉണ്ടാവുള്ളൂ. അത് നമ്മൾ എടുക്കും തോറും തീർന്നുകൊണ്ടേയിരിക്കും. മറ്റേത് എടുക്കും തോറും വന്നുകൊണ്ടേയിരിക്കും, പക്ഷെ ഇത് എടുക്കും തോറും തീർന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അതാണ്. അത് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, റീപ്ലെനിഷ്ഡ് ചെയ്യാനായിട്ട്, അതായത് പുനരുപയോഗിക്കാനായിട്ട് പറ്റുന്നതല്ല. അപ്പോ ഇതിന് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. 2 എക്സാമ്പിൾ ആണ് കൊടുത്തിട്ടുള്ളത്. ഫ്യൂസിൽ ഫ്യൂവൽസ് ഓർ മെറ്റൽസ്. ഫ്യൂസിൽ ഫ്യൂവൽസ് എന്ന് പറഞ്ഞാല് എന്താണ്? ഫോസിൽ ഇന്ധനങ്ങൾ.
രണ്ടാമത്തത് കൊടുത്തിട്ടുണ്ട് ഓർസ്. ഓർസ് എന്ന് പറഞ്ഞാല് അയിരുകള്, ധാതുക്കളുടെ അയിരുകള്. ദെൻ മെറ്റൽസ് എന്ന് പറഞ്ഞാല് ലോഹങ്ങള്. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് എടുക്കത്തോറും തീർന്നു പോകും. അതുകൊണ്ട് തന്നെ വളരെ ലിമിറ്റഡ് ആയിട്ട് മാത്രമേ നമ്മൾ ഇത് ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. വളരെയധികം ജാഗ്രത വേണം നമ്മളിത് എടുക്കുമ്പോൾ. ഓക്കെ, അപ്പൊ ഇത് മാത്രമാണോ ഫോസിൽ ഫ്യൂവൽസും അതുപോലെ ഓൾസും മെറ്റൽസും മാത്രമാണോ നോൺ റിന്യൂവബിൾ റിസോഴ്സസിൽ വരുന്നേ? പിന്നെ എന്തൊക്കെയാ വരിക ഒന്ന് ഓർത്ത് നോക്കിയേ നിങ്ങള്. കൽക്കരി വരില്ലേ മാം? കൽക്കരി, കോള് വരും. പിന്നെ പെട്രോളിയം പ്രൊഡക്ട്സുകള്, ഡീസല്, പെട്രോൾ. പെട്രോളിയം പ്രൊഡക്ട്സ് ഒക്കെ നമുക്ക് വീണ്ടും അത് തീർന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്, നമുക്കത് പുനഃസ്ഥാപിക്കാനായിട്ട് പറ്റില്ല. പിന്നെ നാച്ചുറൽ ഗ്യാസ് കേട്ടോ, നാച്ചുറൽ ഗ്യാസ്. ദെൻ ന്യൂക്ലിയർ എനർജി, ഇതൊക്കെ എന്താണ് നോൺ റിന്യൂവബിൾ റിസോഴ്സസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പോ രണ്ട് കാര്യങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ചെറിയ ക്ലാസ്സിൽ പഠിച്ചത് ഓർമ്മ വരുന്നുണ്ടോ? ഓ മാം, ഇപ്പൊ ഓർമ്മ വരുന്നുണ്ട്. ഓർമ്മ വരുന്നുണ്ട് അല്ലെ? അപ്പോ രണ്ട് തരമുണ്ട്. ഒന്ന് നമുക്ക് പുനരുപയോഗിക്കാം അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കാം. രണ്ടാമത്തേത് നമുക്ക് അതിന് പറ്റില്ല. അപ്പൊ രണ്ടാമത്തേത് നമ്മൾ ചൂസ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ അത് ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധയോട് കൂടി വേണം നമ്മളത് ഉപയോഗിക്കാനായിട്ട്. ഓക്കെ, അടുത്തൊരു പാരഗ്രാഫിൽ പറയുന്നത് ഹ്യൂമൻ ഇന്ററാക്ഷൻ വിത്ത് ദ റിസോഴ്സസ് ആണ് കേട്ടോ. ഇതൊന്ന് വായിക്കാം. നേരത്തെ വായിച്ചിട്ടുണ്ടായിരുന്നോ? സസ്റ്റൈനബിൾ മാനേജ്മെന്റ് ഓഫ് റിന്യൂവബിൾ റിസോഴ്സസ്. ഒരാളൊന്ന് പറഞ്ഞേ, സ്മിത ജെറോമ എന്താ പറയുന്നത് അതിനകത്ത്? സസ്റ്റൈനബിൾ മാനേജ്മെന്റ് ഓഫ് റിന്യൂവബിൾ റിസോഴ്സസ്, അതായത് നിലനിർത്തിക്കൊണ്ട് പോകുവാൻ കഴിയുന്ന തരത്തിലുള്ള റിസോഴ്സസ്. The primary concern in the sustainable management of renewable resources is to secure that the rate which is regenerated. അതായത് നമുക്ക് ഇത് നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയുന്ന വിഭവങ്ങൾ തീർന്നു പോയാലും പിന്നീട് നമുക്ക് എന്ത് ചെയ്യാം, റീജനറേറ്റ് ചെയ്യാൻ പറ്റും. This means the water should not be withdrawn from, അതായത് നമ്മൾ വെള്ളം പോകുന്നതനുസരിച്ച് വീണ്ടും എന്ത് ചെയ്യും, പോയിക്കടിയിൽ നമുക്ക് വീണ്ടും ലഭിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ഉപയോഗിച്ച് തീർന്നാലും പിന്നെയും വെള്ളം പിന്നെ മഴ ലഭിക്കുന്നതിന്റെ പേരിൽ നമുക്ക് ഭൂമിക്കടിയിലേക്ക് പോകുന്നത് കൊണ്ട് നമുക്ക് അണ്ടർഗ്രൗണ്ട് ഇതും നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. In the same way, the number of trees cut down should not be outstrip the number of new trees planted. പിന്നെ നമ്മൾ മരം വെച്ച് നശിപ്പിക്കുന്നു. ക്ലിയർ ആവുന്നില്ല സ്മിത പറയുന്നത്. ഓക്കെ, ഞാൻ പിന്നെ ചോദിക്കാം കേട്ടോ. പ്രിയ രാജേഷ് എന്താ പറയുന്നത്? സസ്റ്റൈനബിൾ മാനേജ്മെന്റ് ചോദിച്ചതാ ആണല്ലേ? ഓക്കെ, ഞാൻ പിന്നെ ചോദിക്കാം. സ്മിത വെയിറ്റ് ചെയ്യൂ കേട്ടോ. പ്രിയ രാജേഷ് ആരും ഇല്ല ഇവിടെ ഒന്നും? വിളിച്ചാൽ കേൾക്കുന്നില്ലേ? ഒരാള് പറഞ്ഞേ, അഖില ഒന്ന് പറയാമോ? അഖില
എന്താ മിസ് ഞാൻ കേട്ടില്ല എന്ന് പറയും. സസ്റ്റൈനബിൾ മാനേജ്മെന്റ് ഓഫ് റിന്യൂവബിൾ റിസോഴ്സസ്. അത് നമുക്ക് വീണ്ടും നമ്മുടെ ഉപയോഗം കൊണ്ട് കുറഞ്ഞു പോയാലും വീണ്ടും വീണ്ടും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതായത് നമ്മൾ കിണറിൽ നിന്നാണെങ്കിലും വേനൽക്കാലം ആകുമ്പോൾ വെള്ളം അങ്ങനത്തെ സാധനങ്ങളൊക്കെ വറ്റി പോവും. പക്ഷെ മഴ പെയ്യുമ്പോൾ വീണ്ടും ആ വെള്ളം നമുക്ക് അതിൽ നിറഞ്ഞു കിട്ടും. അതുപോലെ മരം മുറിക്കുക അങ്ങനത്തെ പരിപാടികൾ ഉണ്ടാകുമ്പോൾ മരങ്ങളുടെ എണ്ണം കുറയുന്നുണ്ട്. പക്ഷെ നമുക്ക് അതിനൊപ്പം തന്നെ മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ട് മരങ്ങളുടെ എണ്ണം കൂട്ടാനായിട്ട് സാധിക്കും. അങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതിനെയാണ് സസ്റ്റൈനബിൾ മാനേജ്മെന്റ് ഓഫ് റിന്യൂവബിൾ റിസോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അടുത്തത് സസ്റ്റൈനബിൾ മാനേജ്മെന്റ് ഓഫ് നോൺ റിന്യൂവബിൾ റിസോഴ്സ് എന്താ പറയുന്നേ? അത് നമുക്ക് ഇതുപോലെ തന്നെ ഫുള്ളായിട്ട് മാനേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളതാണ്. എനിക്ക് മനസ്സിലായില്ല മിസ്സെ, കുറച്ച് എനിക്ക് മനസ്സിലായുള്ളൂ. നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് സിസ്റ്റം ആണ്. അതെല്ലാം നമുക്ക് വീണ്ടും പുനരുപയോഗിക്കാൻ പറ്റില്ല. കുറച്ച് ലിമിറ്റഡ് ആയിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. എല്ലാം ഒരു ഫിക്സ്ഡ് അളവിലായിരിക്കും ഭൂമിയിൽ ഉണ്ടാവുക. പിന്നെ നമ്മുടെ ഇപ്പൊ ഭൂമിയിലെ മണ്ണ് അങ്ങനത്തെ സാധനങ്ങളൊന്നും നമുക്ക് വീണ്ടും പുനഃസൃഷ്ടിക്കാൻ ആയിട്ട് സാധിക്കില്ല. മണ്ണ്, പാറ അങ്ങനത്തെ സാധനങ്ങളൊന്നും. അതിന്റെയൊക്കെ അങ്ങനത്തേനെയാണ് നമ്മൾ ഇതിൽ ഉദ്ദേശിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. വേറെ ആർക്കെങ്കിലും എന്താ മനസ്സിലായത്? വേറെ ആർക്കെങ്കിലും? ഞങ്ങൾ മിണ്ടാതിരിക്കരുത് കേട്ടോ, പറയാ. എന്താ മനസ്സിലായത്? ആര്യലക്ഷ്മിക്ക് എന്താ മനസ്സിലായത്? 2 എയും ബിയും നോക്കിയിട്ട് ആര്യലക്ഷ്മി. അതായത് ഈ ഫോസിൽസ് ഒക്കെ നമ്മുടെ ഭൂമിയില് വർഷങ്ങളിൽ നീണ്ടിട്ടുള്ള പ്രക്രിയ കൊണ്ടാണല്ലോ പെട്രോളിയം പോലുള്ള വസ്തുക്കൾ ഉണ്ടാകുന്നത്. സോ അത് തീർന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ വളരെ നൂറ്റാണ്ടുകൾ എടുത്തായിരിക്കും വീണ്ടും അത് ഫില്ല് ചെയ്ത് വരേണ്ടി വരുന്നത്. അപ്പൊ അതിന് വളരെ ലോങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. സോ അത് തീർന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിന്യൂവബിൾ റിസോഴ്സസ് പോലെ വളരെ പെട്ടെന്ന് അത് നമുക്ക് അക്സസ് ചെയ്യാൻ പറ്റില്ല. അതാ. പിന്നെ ബി എന്താണ്? ബി ആണോ പറഞ്ഞത്? ഇപ്പൊ എ ആണോ ബി ആണോ? ബി ആ പറഞ്ഞത്. ബി ആണ് പറഞ്ഞത്. എ എന്താണ് പറയുന്നത്? എ പറയുന്നത് നമ്മളുടെ ഭൂമിയിലെ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, അതായത് ഇപ്പൊ പറഞ്ഞ പോലെ നമ്മുടെ വെള്ളമൊക്കെ നമുക്ക് വേനലാകുമ്പോൾ തീർന്നു പോകുന്നില്ലെങ്കിൽ കിണറിൽ വെള്ളം തീർന്നു പോയി കഴിഞ്ഞാലും മഴയിലൂടെ നമ്മൾ എടുക്കുന്നതിന് തുല്യമായിട്ടുള്ള വാട്ടർ എത്തുന്നുണ്ട്. സോ നമുക്കത് തീർന്നു പോയെങ്കിൽ പോലും നമുക്കത് വീണ്ടും കിട്ടുന്നുണ്ട്. വളരെ ഒരു കാലയളവ് അതിന്റെ ഇടയിൽ വരുന്നില്ല, ആക്സസ് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ട്. പിന്നെ മരങ്ങളുടെ കാര്യം പറയുന്നുണ്ടല്ലോ അവിടെ, എന്താ പറയുന്നേ? ട്രീസിന്റെ കാര്യം പറയുന്നില്ലേ? The number of trees cut down should not. അതെനിക്ക് കറക്റ്റ് മനസ്സിലായില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മള് അതായത് ഒരു മരം നമ്മൾ വെട്ടുമ്പോൾ 10 മരം നട്ടുപിടിപ്പിക്കണമെന്ന് നമ്മൾ പറയുമല്ലോ. അപ്പം ഒരു മരം വെട്ടിയാലും നമുക്കത് ബാലൻസ് ചെയ്യാൻ നമുക്ക് അടുത്ത മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് അത് ഒരു ബാലൻസിൽ നമുക്ക് നിർത്താൻ പറ്റും. അതായത് വെട്ടിമാറ്റുന്ന മരങ്ങളുടെ എണ്ണം പുതുതായി നട്ടുപിടിപ്പിച്ച മരങ്ങളുടെ എണ്ണത്തെ മറികടക്കാനായിട്ട് പാടില്ല. അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മൾ വെട്ടിമാറ്റുന്ന മരങ്ങളുടെ എണ്ണം ഉണ്ടല്ലോ, അത് നമ്മുടെ നട്ടുപിടിപ്പിക്കുന്ന മരങ്ങളുടെ എണ്ണത്തെ മറികടക്കാനായിട്ട് പാടില്ല എന്നാണ് അവിടെ പറയുന്നത്. ഇനി വെള്ളത്തിന്റെ കാര്യം പറഞ്ഞു. ഭൂഗർഭ സംഭരണിയിലെ വെള്ളം വന്ന് നിറയുമ്പോഴും മഴയിലൂടെ നമുക്ക് ധാരാളം വെള്ളം കിട്ടുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ ധാരാളം കുളം, അതുപോലെ തന്നെ എന്താ പറയാ കിണർ, ഇതിനുള്ള ധാരാളം ജലസ്രോതസ്സുകളുണ്ട്. അതിൽ നിന്ന് നമ്മൾ വെള്ളം എടുത്താലും വെള്ളം വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്തിന്റെ ആവശ്യമില്ല, അവിടെ പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല റിന്യൂവബിൾ റിസോഴ്സസ്. പക്ഷെ നമ്മൾ നോൺ റിന്യൂവബിൾ റിസോഴ്സസിൽ വരുമ്പോൾ ഇതൊരു ഫിക്സഡ് എമൗണ്ടിലാണ് ഭൂമിയിൽ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് വേണം ഇത് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട്. കുറെ അധികം നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് വേണം. അത് നമ്മുടെ പുതുതലമുറ അല്ലെങ്കിൽ കുഞ്ഞു മക്കളോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം, ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു കൊടുക്കേണ്ടത്. ഓക്കെ.
അതായത് നമ്മുടെ ഫ്യൂച്ചറിലെ പുതിയ പുതിയ തലമുറ വരുമ്പോൾ ഇതെന്താണ് അവരുടെ കാലമാവുമ്പോഴേക്കും ഇതിന്റെ അളവെന്ന് പറയുന്നത് കുറഞ്ഞു വരിക. നമ്മുടെ കാലഘട്ടത്തിലും നമ്മുടെ മുമ്പുള്ള തലമുറയുടെ കാലഘട്ടത്തിലും ഒക്കെ ധാരാളം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ മക്കൾക്ക് ഇതില്ലാത്ത ഒരവസ്ഥയായിരിക്കും ഉണ്ടാവുക. അതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരത. നമ്മുടെ ഭാവി തലമുറ, നമ്മുടെ പരമ്പരകൾക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. ആ ഒരു സമയം വരുമ്പോൾ ഇതിന്റെ അളവ് ഇല്ലാതാകും, അല്ലെങ്കിൽ അത് കുറഞ്ഞു തീരെ ഇല്ലാതാകും. അപ്പൊ അതുമൂലം ധാരാളം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇതിന്റെ പ്രാധാന്യത്തെ പറ്റി ടെക്സ്റ്റ് ബുക്കുകളിലും മറ്റൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്തത് എൻവയൺമെന്റ് പൊല്യൂഷനെ കുറിച്ച് നോക്കാം. ഇതും നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ പഠിക്കുന്നതാണ്. ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. എൻവയൺമെന്റ് പൊല്യൂഷൻ ഒന്ന് വായിച്ചു നോക്കുക. കേട്ടിട്ടുണ്ടാവുമല്ലോ, എൻവയൺമെന്റ് പൊല്യൂഷൻ കേട്ടിട്ടുണ്ടാവുമല്ലോ. എന്താണ് എൻവയൺമെന്റ് പൊല്യൂഷൻ? ഷെറിൻ വിൽസനെ, എന്താണ് എൻവയൺമെന്റ് പൊല്യൂഷൻ? എൻവയൺമെന്റ് പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ പരിസ്ഥിതി മലിനീകരണം. പരിസ്ഥിതി പല രീതിയിൽ മലിനമാക്കപ്പെടുന്നുണ്ട്. വായു മലിനീകരണം, പിന്നെ നമ്മുടെ പരിസ്ഥിതിയില് മലിനീകരണം, പ്ലാസ്റ്റിക് പോലെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് നമ്മൾ മലിനപ്പെടുത്തുന്നു. പിന്നെ വാട്ടർ പൊല്യൂഷൻ, വെള്ളം മലിനമാകുന്നു, അതൊക്കെ അതിൽ പെടും. പലതരത്തിലുള്ള മലിനീകരണങ്ങളുണ്ട് എൻവയൺമെന്റ് പൊല്യൂഷനിൽ കേട്ടോ. അതായത് നമ്മുടെ എൻവയൺമെന്റ്, നമ്മുടെ പരിസ്ഥിതിക്ക് എന്താ പറയാ ദോഷകരമായിട്ടുള്ള രീതിയിൽ പല കാര്യങ്ങളും സംഭവിക്കുമ്പോഴാണ് എൻവയൺമെന്റ് പൊല്യൂഷൻ ഉണ്ടാകുന്നത്. എൻവയൺമെന്റ് പൊല്യൂഷൻ എന്ന് പറഞ്ഞാല് ഒരു എന്താ പറയാ മനുഷ്യകുലത്തിനാകെ അല്ലെങ്കിൽ ജീവജാലങ്ങൾക്കാകെ ദോഷം ഉണ്ടാക്കുന്ന ഒന്നാണ്. എൻവയൺമെന്റ് പൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അത് എയർ പൊല്യൂഷൻ വരുന്നുണ്ട്, അതിനകത്ത് ലാൻഡ് പൊല്യൂഷൻ വരുന്നുണ്ട്, സൗണ്ട് പൊല്യൂഷൻ വരുന്നുണ്ട്, റേഡിയേഷൻ പൊല്യൂഷൻ വരുന്നുണ്ട്. ഇത്രയും ഘടകങ്ങൾ ചേർന്നിട്ടാണ് നമ്മൾ എൻവയൺമെന്റ് പൊല്യൂഷൻ എന്ന് പറയുന്നത്. കുഞ്ഞു ക്ലാസ്സിലൊക്കെ നിങ്ങൾ പോസ്റ്ററുകളും മറ്റുമൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടാവും അല്ലെ? പരിസ്ഥിതിയെ സംരക്ഷിക്കൂ, മരങ്ങളെ നട്ടുപിടിപ്പിക്കൂ എന്നൊക്കെ പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? ചെറിയ ക്ലാസ്സിലൊക്കെ പോസ്റ്റേഴ്സ് തയ്യാറാക്കിയിട്ടില്ലേ നിങ്ങള്? ജൂൺ 5 പരിസ്ഥിതിദിനം ഉണ്ടല്ലേ? ഇപ്പോഴും മക്കൾക്ക് കൊടുക്കുന്നുണ്ട്. ചെയ്യാനുണ്ട്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് തരാം. പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ട് ഇഷ്ടമുള്ള ഒരു പോസ്റ്റർ തയ്യാറാക്കുക. പരിസ്ഥിതി സംരക്ഷണമായിരിക്കണം അതിനകത്ത് വിഷയം കേട്ടോ വരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോസ്റ്റർ തയ്യാറാക്കാം, പിക്ചറൊക്കെ ഉണ്ടായിരിക്കണം, ആഡ് ചെയ്യുക അതിനകത്ത്. അതിന് വളരെ കളർഫുൾ ആയിട്ടുള്ള രീതിയിൽ അത് പ്രസന്റ് ചെയ്യുക. ഓക്കെ? യെസ് മാം. ഇനി അടുത്തത്, അപ്പൊ നമ്മൾ എൻവയൺമെന്റ് പൊല്യൂഷനിൽ ആദ്യം പറഞ്ഞു എയർ പൊല്യൂഷൻ എന്ന് പറഞ്ഞു. അപ്പൊ എയർ പൊല്യൂഷൻ എന്താണെന്ന് നോക്കാം നമുക്ക് അല്ലെ? എയർ പൊല്യൂഷൻ മേ ബി ഡിഫൈൻഡ് ആസ് ദ ഹാപ്പനിങ് ഇൻ എയർ ഓഫ് എനി ഫോറിൻ മെറ്റീരിയൽ ഓർ ഗ്യാസ് വിച്ച് ഈസ് റിസ്കി ടു മാൻ, vegetation, animals or buildings. Thus the contamination of air with the dust, smoke and harmful gases may be considered as air pollution. ഓക്കെ, എന്താണ് എയർ പൊല്യൂഷൻ? എളുപ്പമല്ലേ വായിച്ച് മനസ്സിലാക്കാനായിട്ട്? വിനീത, അനൂപ് എന്ന് പറഞ്ഞേ, എന്താണ് എയർ പൊല്യൂഷൻ? എനിക്ക് തൊണ്ടയ്ക്ക് വേദനയായിരുന്നു. ഓക്കെ, അടുത്തത് സുജാത എന്ന് പറഞ്ഞ എയർ പൊല്യൂഷൻ എന്താണ്? എയർ പൊല്യൂഷൻ നമ്മുടെ എൻവയൺമെന്റിലുള്ള എയറിനെ പൊല്യൂട്ടഡ് ആക്കുക, അതായത് മലിനപ്പെടുത്തുന്ന പല രീതികളുണ്ട്. ഇപ്പൊ നമുക്ക് അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത് ഓക്സിജൻ ആണ്.
അത് അതിന്റെ നമുക്കറിയാം അവിടെ ഒരു സൈക്കിൾ നടക്കുന്നുണ്ട്. ട്രീസ് ഒരുപാട് മരങ്ങൾ നട്ടുപിടിപ്പിക്കുമ്പോൾ മരങ്ങള് നമ്മള് പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തിട്ട് നമുക്ക് ഓക്സിജൻ തരികയാണ്. അപ്പോ ഈ നമ്മള് ഒരുപാട് ഇപ്പോ ഫാക്ടറീസ് അതുപോലെ ഒരുപാട് വാഹനങ്ങളാണ്. ഒരു വീട്ടില് ഓരോരുത്തർക്കും ഓരോ വെഹിക്കിൾ ഉണ്ടായിരിക്കും. അപ്പോ ഇവര് ഇതൊക്കെ ഉപയോഗിച്ചിട്ട് അതും നല്ല ഫ്യൂവല് ഉപയോഗിച്ചില്ലെങ്കിൽ ഒരുപാട് ഹാംഫുൾ ആയിട്ടുള്ള ഗ്യാസസ് പുറത്തേക്ക് വരും. ഇപ്പൊ ഫാക്ടറീസ് നിന്നാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ എന്ത് ഇപ്പൊ പ്ലാസ്റ്റിക് കത്തിക്കുമ്പോഴൊക്കെ ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സൾഫർ ഒക്കെ ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്താൽ അത് അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജൻ ആയിട്ട് കൂടിയിട്ട് സൾഫ്യൂറിക് ആസിഡ് എന്താ സൾഫർ ഓക്സൈഡും സൾഫർ ഡയോക്സൈഡും ഒക്കെ ഫോം ചെയ്യും. ഇത് നമ്മുടെ വായുവിൽ ചെല്ലുമ്പോൾ അവിടുത്തെ വാട്ടറായിട്ട് കൂടിച്ചേർന്നിട്ട് പോയിസണസ് ആയിട്ടുള്ള നമുക്ക് ആസിഡ് റെയിൻ എന്നൊക്കെ പറയുന്നത് സംഭവിക്കും. ഇപ്പൊ ഒരിടയ്ക്ക് നമ്മൾക്ക് വാർത്തകൾ ഉണ്ടായിരുന്നു താജ്മഹല് നശിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ട്. അത് ഈ എയർ പൊല്യൂഷന്റെ ഒരു ഭാഗം തന്നെയാണ്. കാരണം ഇതുപോലെയുള്ള പോയിസണസ് ആയിട്ടുള്ള ഗ്യാസസ് അറ്റ്മോസ്ഫിയറിൽ ചെല്ലുമ്പോൾ വാട്ടറായിട്ട് അവിടുത്തെ മോയ്സ്ചറായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്താ സൾഫ്യൂറിക് ആസിഡും സൾഫ്യൂറസ് ആസിഡും ഒക്കെ ആയിട്ട് ഫോം ചെയ്യും. അപ്പൊ നമുക്ക് ചിലവർക്ക് മഴ കൊള്ളുമ്പോ ശരീരത്തിൽ ചൊറിച്ചൽ അല്ലെങ്കിൽ പൊള്ളല് പോലെ ഇപ്പൊ ഇത് അപ്പോ അങ്ങനെയുള്ള കേസസ് ഒക്കെ വരുന്നത് ഈ എയർ പൊല്യൂഷൻ കൊണ്ടാണ്. അപ്പൊ മെയിൻ ആയിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മളിപ്പോ ചെറിയൊരു ഡിസ്റ്റൻസ് പോകണ്ടോന്ന് വെച്ചാൽ നമ്മള് നടക്കാൻ ശ്രമിക്കുക, വണ്ടി ഉപയോഗിക്കാതെ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പ്ലാസ്റ്റിക് ഒരുപാട് കത്തിക്കാൻ പാടില്ലാത്ത പ്ലാസ്റ്റിക് ഒരിക്കലും നമ്മൾ കത്തിക്കരുത്. അപ്പൊ നമ്മളെപ്പോഴും അത് ചെയ്യുന്നത് നമുക്ക് തന്നെയാണ് ദ്രോഹം. അല്ലെങ്കിൽ ഇനി വരുന്ന തലമുറയ്ക്ക്, നമ്മുടെ അടുത്ത തലമുറയ്ക്കാണ് നമ്മൾ ദ്രോഹം ചെയ്യണം. അപ്പൊ അത് ചെയ്യാതിരിക്കാൻ നമ്മള് എയർ പൊല്യൂട്ടഡ് ആക്കാതെ നോക്കുക. അതാണ് എനിക്ക്. ഓക്കെ, താജ്മഹലിന്റെ കാര്യം പറഞ്ഞില്ല. താജ്മഹലിന്റെ മങ്ങലിന് കാരണമാകുന്ന വാതകം ഏതാ? താജ്മഹലിന്റെ നിറം പോയല്ലേ? നൈട്രജൻ, സൾഫർ ഡൈ ഓക്സൈഡ് സുജാത പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൾഫർ ഡൈ ഓക്സൈഡ് ആണ് താജ്മഹലിന്റെ മങ്ങലിന് കാരണം. ഓക്കെ, അപ്പോ എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യൻ, അതുപോലെ തന്നെ സസ്യങ്ങളുണ്ട്, മൃഗങ്ങളുണ്ട്, കെട്ടിടങ്ങളൊക്കെ ഉണ്ട് എന്നിവയ്ക്ക് അപകടകരമായ എന്തെങ്കിലും ഫോറിൻ മെറ്റീരിയൽസ്, അതായത് വാതകങ്ങൾ, അതുപോലെ ഇതുപോലുള്ള അപകടകരമായിട്ടുള്ള വാതക പദാർത്ഥങ്ങളുടെ എന്താ പറയാ എഫക്റ്റ് കൊണ്ട് അവയ്ക്ക് കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുന്നതിനെയാണ് എന്ത് പറയാ? എയർ പൊല്യൂഷൻ എന്ന് പറയാം. കൂടുതൽ വാതകങ്ങളാണ്. ഓക്കെ, അപ്പോ അത് മനുഷ്യന് ഡാമേജ് ഉണ്ടാക്കാം, ഭൂമിയിലുള്ള മൃഗങ്ങൾക്ക്, അതുപോലെ തന്നെ പ്ലാന്റ്സിന്, അതുപോലെ തന്നെ കെട്ടിടങ്ങൾക്ക്. അതിനകത്താണ് താജ്മഹൽ വരിക. അപ്പോ ഇത്തരം കാര്യങ്ങൾക്ക് കൂടുതൽ അഫക്റ്റ് ആകുന്ന രീതിയിൽ ഡാമേജ് ഉണ്ടാക്കുന്നതിനെ നമ്മൾ എന്ത് പറയുന്നു? എയർ പൊല്യൂഷൻ എന്ന് പറയുന്നു. മാത്രമല്ല ഡസ്റ്റ്, പൊടി, സ്മോക്ക്, പുക, ഹാർംഫുൾ ഗ്യാസസ്, അതായത് ദോഷകരമായിട്ടുള്ള വാതകങ്ങള്, ഇതൊക്കെ നമ്മുടെ എയറിൽ ഉണ്ടെങ്കിൽ എയർ പൊല്യൂട്ടഡ് ആണ് പറയാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്കറിയാം ഡൽഹി പോലുള്ള ഒരു പ്രദേശത്ത്, അല്ലെങ്കിൽ ആ ഒരു കേന്ദ്രഭരണ പ്രദേശം, ഒരു രാജ്യ തലസ്ഥാനമാണല്ലോ, അവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും എങ്ങനെയാണ് അവര് ചില ദിവസങ്ങൾ, അതായത് ശക്തമായിട്ട് അവിടെ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാകുന്ന ഒരു ക്യാപിറ്റൽ, അതായത് നമ്മുടെ തലസ്ഥാന നഗരിയാണ് ഡൽഹി എന്ന് പറയാ. അപ്പൊ അവിടെ ഒരിടയ്ക്ക് അവര്, ഇപ്പോഴുണ്ടോന്ന് എനിക്ക് അറിയില്ല കേട്ടോ, ഒരിടയ്ക്ക് അവര് ഒരു ഇത് കൊണ്ടുവന്നു, അതായത് ഈ വായു മലിനീകരണം കുറക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം ഒറ്റയൊക്കെ നമ്പറുള്ള രജിസ്ട്രേഷൻ വണ്ടികൾ ഉപയോഗിക്കുക. ദെൻ അതിനുശേഷം, അതായത് ഇടവിട്ട ദിവസങ്ങളിൽ നമ്പറുകൾ മാറ്റി, അതായത് ഒറ്റയൊക്കെ നമ്പറിലുള്ള വണ്ടികൾ ഒരു ദിവസമാണെങ്കിൽ രണ്ടാമത്തെ ദിവസം ഇരട്ടയൊക്കെ നമ്പറിലുള്ള വണ്ടികളാണ് പൊതു ഇടങ്ങളിൽ വരേണ്ടത്. അപ്പൊ ബാക്കിയുള്ള ദിവസം, അതായത് ആ ഒരു അത്രയും അധികം ഇത് ഉണ്ടായിട്ടാണ്, അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ ഒരു മെത്തേഡ് കൊണ്ടുവന്നത്. അരവിന്ദ് കെജ്രിവാളിന്റെ കാലത്താണ് ഈ മെത്തേഡ് കൊണ്ടുവന്നത്. അദ്ദേഹമാണ് ഇങ്ങനെ പറഞ്ഞത്, ഇവിടെ അധികം അത്രയും വായു അവിടെ ഭയങ്കരമായിട്ട് പൊല്യൂട്ടഡ് ആയി, ആളുകൾക്കൊന്നും എല്ലാവർക്കും ചുമ, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ക്യാൻസർ പോലുള്ള കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അദ്ദേഹം നടപ്പിലാക്കിയ ഒരു രീതിയാണത്. ഇപ്പൊ അതെന്തോന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോ അതൊരു നല്ലൊരു പോളിസി ആയിരുന്നു. കാരണം എന്താണ്, അത്രയും വാഹനങ്ങൾ അപ്പൊ വീട്ടിൽ കിടക്കും. ഒറ്റയൊക്കെ നമ്പറുള്ള വാഹനങ്ങൾക്ക് മാത്രമേ ഒരു ദിവസം നിരത്തിൽ ഇറങ്ങാനായിട്ട് സാധിക്കുള്ളൂ. പിറ്റേ ദിവസം അത് വീട്ടിൽ കിടക്കും. അപ്പൊ അത്രയും അധികം എന്താ പറയാ, വാഹനങ്ങളുടെ ആ ഒരു തോത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനത്തെ പോളിസി കൊണ്ടുവരുന്നത്.
അപ്പോ അത്രയും അധികം രൂക്ഷമാണ് നമ്മുടെ ഇന്ത്യ. നമ്മുടെ നാട്ടിൽ തന്നെ, നമ്മുടെ കേരളത്തിൽ തന്നെ, നമ്മുടെ ചുറ്റും നോക്കിയാൽ അറിയാൻ പറ്റും അല്ലെ. ഒരു വൈകിട്ട് സമയത്തൊക്കെ ഒരു 5 മണി അല്ലെങ്കിൽ ഒരു 5 മണി കഴിഞ്ഞ് ഒരു 6 മണിയൊക്കെ കഴിഞ്ഞ ആ സമയത്തൊക്കെ നമ്മുടെ നിരത്തുകളിൽ എത്രമാത്രം തിരക്കുകൾ ഉണ്ട്, എത്രമാത്രം വാഹനങ്ങൾ ഓടുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓരോരുത്തർക്കും ഓരോരുത്തർ വണ്ടികള്, കാറുകള്, എല്ലാവർക്കും ബസ്സുകൾ മാത്രമല്ല, എന്തോരം എന്താ പറയാ 2 വീലേഴ്സ് ആണ് നമ്മൾ കാണുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലേ? ഏറ്റവും കൂടുതൽ 2 വീലറുകളല്ലേ ഉള്ളത്? കാണുന്നില്ലേ? കാണാറില്ലേ നിങ്ങള്? ഏതെങ്കിലും ഒരു ആഘോഷത്തിന്റെ തലേ ദിവസം ഒന്ന് ഇറങ്ങി നോക്കുക, പൊതുനിരത്തുകളിൽ റോഡുകളിലേക്ക് ഒന്ന് പോവുക. അപ്പൊ അറിയാൻ പറ്റും എത്രമാത്രം തിരക്കാണ് നമ്മുടെ നാട്ടില്, വാഹനങ്ങൾ എത്രമാത്രമാണ്, എത്രയധികം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിലൂടെ ഉണ്ടാകുന്ന പൊല്യൂഷൻ, അതാണ് ഇവിടെ കോസസ് ഓഫ് എയർ പൊല്യൂഷനിൽ ആദ്യം കൊടുത്തിരിക്കുന്നത് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ആണ്. അതായത് ഗതാഗതം കൊണ്ടുണ്ടാകുന്ന എയർ പൊല്യൂഷൻ. ഇത് പോകുമ്പോൾ ഇന്ധനം കത്തുന്നുണ്ട് അല്ലെ. അപ്പൊ ധാരാളം പുകയും പൊടിയും ഒക്കെ എന്താണ് ആളുകൾ ശ്വസിക്കുന്നുണ്ട്. കൊറോണ ടൈമിലൊക്കെ ആണെങ്കിൽ എല്ലാവരും മാസ്ക് ധരിച്ചിരുന്നു. അതെനിക്ക് തോന്നുന്നു കൊറോണ സമയത്ത് കൊറോണ അല്ലാതെ മറ്റു രോഗങ്ങളൊന്നും ആളുകൾക്ക് പിടിപെട്ടിരുന്നില്ല എന്ന്. നിങ്ങൾക്ക് അതിനോട് യോജിക്കാൻ പറ്റുന്നുണ്ടോ? കൊറോണ അല്ലാതെ മറ്റു രോഗങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അധികം. ഉണ്ടോ? മാസ്ക് വെക്കണ കാരണം മാസ്ക് ശരിയായി ധരിക്കുകയും കൈ നന്നായിട്ട് കഴുകുകയും ചെയ്യുന്നു. നമ്മൾ കൈ കഴുകുന്നതിലൂടെയാണ് നമുക്ക് ഒരുവിധം രോഗങ്ങളെ പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വരുന്നവരുണ്ട്, ചുമ, ജലദോഷം, പനി പോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നവരുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും. അവരൊക്കെ കറക്റ്റ് ആയിട്ട് അതിനെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഹാൻഡ് വാഷ് ചെയ്യാന്നുള്ളതാണ്. അതായത് ബാക്ടീരിയാസ് നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുന്നുണ്ട്. ഇത് ഉള്ളിലേക്ക് ചെന്ന് കഫമായിട്ടും അതുപോലെ തന്നെ മറ്റു പല രോഗങ്ങളായിട്ടൊക്കെ നമുക്ക് ഉണ്ടാവും. അപ്പൊ ഭക്ഷണത്തിന് മുമ്പും പുറത്തൊക്കെ നമ്മൾ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ കമ്പിയിലൊക്കെ പിടിക്കും, പിന്നെ ഷോപ്പിലൊക്കെ കയറുന്നവരാണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ തൊടും. അപ്പൊ ഇതിലൂടെ ധാരാളം അണുക്കൾ എന്ത് ചെയ്യുന്നുണ്ട്? മൈക്രോ ഓർഗാനിസംസ് നമ്മുടെ കയ്യിലും അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക? പ്രോപ്പർ ആയിട്ട് വാഷ് ചെയ്ത് കളയുക. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, കൊറോണ സമയത്ത് ആളുകൾ മാസ്ക് ധരിക്കുന്നതിലൂടെയും കൈ വൃത്തിയായി സംരക്ഷിക്കുന്നതിലൂടെയും കൊറോണ ഒഴിച്ച് മറ്റു പല രോഗങ്ങളൊന്നും തന്നെ അവർക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. ഇപ്പൊ മാസ്ക് ഒക്കെ പോയി വളരെ ചുരുക്കം, അതായത് ആശുപത്രികളിൽ മാത്രമാണെന്ന് തോന്നുന്നു ഇപ്പൊ മാസ്ക് യൂസ് ചെയ്യുന്നത്, മറ്റു സ്ഥലങ്ങളിലൊന്നും തന്നെ ഇല്ല. അപ്പൊ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതിങ്ങനെയുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ മാസ്ക് ധരിക്കുക, പ്രോപ്പർ ആയിട്ട് കൈ കഴുകുക. ഹാൻഡ് വാഷ് ഒക്കെ ഉപയോഗിക്കുന്ന ആളുകൾ മുമ്പൊക്കെ ഏത് സമയം ഹാൻഡ് വാഷ് മാത്രമല്ല നമ്മുടെ എന്താ പറയാ സാനിറ്റൈസർ, അതെ അതെ, സാനിറ്റൈസർ ഒക്കെ ഉപയോഗിച്ച് എപ്പോഴും ആളുകൾ, ഞാനൊക്കെ എത്ര തവണ സാനിറ്റൈസർ ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് സാനിറ്റൈസർ. കാരണം എനിക്ക് ഇങ്ങനെ ഇടയ്ക്ക് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി വരുന്നത് കാരണം എന്റെ കയ്യിലത് എപ്പോഴും ഉണ്ടാകും. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തേക്കും. അപ്പൊ ആളുകൾ കളിയാക്കും കേട്ടോ. അതായത് ഓഫീസിൽ വന്നിരിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വട്ടുണ്ടോ, ഏത് സമയം കൊറോണയാണോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും മാരകമായിട്ടൊരു രോഗം ഉണ്ടോ എന്നൊക്കെ എന്നോട് ചോദിക്കും. അപ്പൊ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. കാരണം പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യാം, കൈ നമ്മുടെ വൃത്തിയായിട്ടിരിക്കും. പിന്നെ ബാത്റൂം ഉപയോഗത്തിന് ശേഷവും നമ്മൾ മാനേഴ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ, ഉപയോഗത്തിന് ശേഷവും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായിട്ടും നന്നായിട്ട് ഹാൻഡ് വാഷ് ഉപയോഗിച്ച് കൈ കഴുകിയിട്ട് വേണം ഭക്ഷണം കഴിക്കാനായിട്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരുവിധം രോഗങ്ങളെ പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞു വന്നത് ട്രാൻസ്പോർട്ട്, അതായത് ഗതാഗത മാർഗങ്ങളിലൂടെ, അതായത് കുറേയധികം വണ്ടികളുണ്ട്, ആ വാഹനങ്ങളുടെയൊക്കെ പുക അതുപോലെ തന്നെ അതിൽ ഉണ്ടാകുന്ന പൊടി ഇതൊക്കെ കൊണ്ടിട്ട് വരാം. ഓക്കെ, അടുത്തത് ഇൻഡസ്ട്രിയലൈസേഷൻ, വ്യവസായവൽക്കരണം അല്ലെ. അതായത് നമ്മുടെ ചുറ്റിനും ധാരാളം ഫാക്ടറികളുണ്ട്. ഓക്കെ, ഇപ്പൊ ഇവിടെ നമ്മുടെ എറണാകുളം ജില്ലയിലൊക്കെ ആണെങ്കിൽ ആലുവ പോലുള്ള പ്രദേശത്തോട്ടൊക്കെ നമ്മൾക്ക് അടുക്കാനേ പറ്റില്ല സമയമാകുമ്പോൾ. കാരണം ആലുവ പോലുള്ള പ്രദേശത്തൊക്കെ ധാരാളം ഫാക്ടറികളുണ്ട്. പെരിയാറിന്റെ നദിക്കരയിലാണ് ഈ ഫാക്ടറികൾ ധാരാളമായിട്ടുള്ളത്. വൈകുന്നേരം സമയം അല്ലെങ്കിൽ ഉച്ച സമയമൊക്കെ ആകുമ്പോൾ നമ്മള് ആ ഉൾവഴിയിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും, ധാരാളം പുക വിടുന്നത് കാണാനായിട്ട് സാധിക്കും ഫാക്ടറികളിൽ നിന്ന്. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? എയർ പൊല്യൂട്ടഡ് ആക്കുന്നുണ്ട്. ഫാക്ടറികളിൽ നിന്നുള്ള പുകയും അതുപോലെ തന്നെ വിഷവാതകങ്ങളും. ഓക്കെ, ഫ്യുവൽ എന്ന് പറഞ്ഞാൽ ഇന്ധനം. നമ്മൾ വാഹനങ്ങൾക്ക് ഉപയോഗിക്കുമ്പോഴും അല്ലാതെയുമുള്ള ഇതില് ഫ്യുവൽസ് ധാരാളം ഉപയോഗിക്കുന്നുണ്ട്. അതിലൂടെയും എന്തുണ്ട്? എയർ
പൊല്യൂട്ടഡ് ആകുന്നുണ്ട്. Then use of insecticides. Insecticides എന്താണ്? Insecticides എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇൻസെക്ട്സിനെ കൊല്ലാനായിട്ട് ഉപയോഗിക്കുന്ന കീടനാശിനികൾ. കേട്ടോ, കീടനാശിനികളുടെ ഉപയോഗം അതും നമ്മുടെ എയർ പൊല്യൂട്ടഡ് ആക്കുന്നുണ്ട്. അതെങ്ങനെയാണ് എയർ പൊല്യൂട്ടഡ് ആക്കുന്നത് കീടനാശിനികളുടെ ഉപയോഗം? അതിനകത്ത് ഉപയോഗിച്ചത് വിഷവാതകങ്ങളല്ലേ, അതായത് മനുഷ്യന് ഹാംഫുൾ ആകുന്ന അല്ലെങ്കിൽ ജീവികൾക്ക് ഹാംഫുൾ ആകുന്ന, നമ്മുടെ വായുവിന് തന്നെ ഹാംഫുൾ ആകുന്ന പദാർത്ഥങ്ങളാണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് വായുവിലാണ് സ്പ്രെഡ് ചെയ്യുന്നത് അല്ലെ. അതായത് പ്ലാന്റ്സിനൊക്കെയാണ് അല്ലെങ്കിൽ നമ്മള് ഇൻസെക്ട്സ് ഇതിനൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിലും ഇതെന്ത് ചെയ്യുന്നുണ്ട്, വായുവിലൂടെ സ്പ്രെഡ് ആകുന്നുണ്ട്. അപ്പോ അതും എന്ത് ചെയ്യുന്നുണ്ട്, എയർ പൊല്യൂട്ടഡ് ആകുന്നുണ്ട്. ഓക്കെ. Then deforestation. Deforestation എന്ന് പറഞ്ഞാല് വനനശീകരണം, അതായത് പ്ലാന്റ്സിനെ മുറിച്ചു മാറ്റുക. വായുസഞ്ചാരം ഇല്ലാതാകും. പ്ലാന്റ്സ് അല്ലേ നമുക്ക് ഏറ്റവും കൂടുതൽ എയർ തരുന്നത്. അതായത് പ്ലാന്റ്സിന് എന്തുണ്ട്, വലിയൊരു പങ്കുണ്ട് എയർ സ്ഥാപിക്കുന്നതിൽ അല്ലെങ്കിൽ എയർ നമുക്ക് തരുന്നതിൽ പ്ലാന്റ്സിന് വളരെയധികം പങ്കുണ്ട്. ഈ പ്ലാന്റ്സിനെ വെട്ടി മാറ്റുമ്പോൾ എന്താ ഉണ്ടാവുക, എയർ പൊല്യൂട്ടഡ് ഉണ്ടാവുക. ഓക്കെ, കൃത്യമായിട്ടുള്ള വായുസഞ്ചാരം ഒന്നും തന്നെ അവിടെ നടക്കുന്നുണ്ടാവില്ല. Then last one, lack of proper disposal of garbage. അതായത് മാലിന്യം ശരിയായ രീതിയിൽ സംസ്കരിക്കാത്തത്. നമുക്ക് വേണമെങ്കിൽ പറയാം പ്ലാസ്റ്റിക് കത്തിക്കുന്നത്. അത് ഇതിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാവുന്നതാണ്. അതായത് ഇപ്പോ ഇല്ല, എനിക്ക് തോന്നുന്നു കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ വീടുകളിൽ 2 ചേച്ചിമാര് വരും അല്ലെ, അതായത് നിങ്ങളുടെ വീട്ടിലൊക്കെ ഹരിതകർമ്മസേനയുടെ ഹരിതകർമ്മസേന വരാറുണ്ട്. ചേച്ചിമാർ എന്താ ചെയ്യാ? പ്ലാസ്റ്റിക് കവറുകളും വസ്തുക്കളും തരംതിരിച്ച് കൊണ്ടുപോകും. പ്ലാസ്റ്റിക് കൊണ്ടുപോകും അല്ലെ. ഒരു കൊല്ലമായിട്ടുള്ളതെന്ന് തോന്നുന്നു അവര് വരാനായിട്ട് തുടങ്ങിയിട്ട്. അതിനു മുമ്പ് വരെ നമ്മൾ ഏത് രീതിയാണ് അവലംബിച്ചിരുന്നത്, ഏത് രീതിയാണ് ഫോളോ ചെയ്തിരുന്നത്, എങ്ങനെയാ ചെയ്തിരുന്നത്? നിങ്ങൾ പ്ലാസ്റ്റിക് എന്താ ചെയ്തിരുന്നത് നിങ്ങളുടെ വീട്ടിലെ? ഒന്ന് പറഞ്ഞ ആരെങ്കിലും എന്താ ചെയ്തിരുന്നത്? സത്യസന്ധമായിട്ട് മറുപടി പറയണം കേട്ടോ. കത്തിച്ച് കത്തിക്കാറുണ്ട്, കത്തിക്കാറില്ല. കത്തിച്ച് കളയും. അതിൽ അടുത്ത് ഏതെങ്കിലും പുഴയോ തോടോ ഉണ്ടെങ്കിൽ അവിടെ കൊണ്ട് കളയും, അല്ലെങ്കിൽ മറ്റുള്ള ചിരികളിലാണെങ്കിൽ കുഴിച്ചിടും. ഈ ഒരു രീതിയാണ് നമ്മൾ പിന്തുടർന്ന് വന്നിരുന്നത്. ഇപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ? ഇപ്പൊ കത്തിക്കാറില്ല മാം, എല്ലാം അതായത് നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ക്യാൻസർ സ്പ്രെഡ് ചെയ്യാനുള്ള കാരണം പ്ലാസ്റ്റിക് മാലിന്യങ്ങളിൽ നിന്നുള്ള പുകയാണ് കേട്ടോ. അപ്പൊ ഇത് സർക്കാരിന് ഇതിനെ കുറിച്ച് അവബോധം ഉണ്ടാകുകയും അതിന് ചുമതലപ്പെടുത്താനായിട്ട് കുടുംബശ്രീയെ ഏൽപ്പിക്കുകയും ചെയ്തതാണ് ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത്. കുടുംബശ്രീയുടെ ഇതിലാണ് എന്ത് പ്രവർത്തിക്കുന്നത്, ഹരിത കർമ്മസേന പ്രവർത്തിക്കുന്നത്. പഞ്ചായത്തിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. വളരെ അധികം എമൗണ്ട് ഒന്നും ഇല്ല, വളരെ മിനിമൽ വേജസിനാണ് അവർ പണിയെടുക്കുന്നത്. എന്നാലും അവരെന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ വീടുകളിൽ വന്നിട്ട് അതായത് നമ്മുടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ ശേഖരിച്ച്, ഒരു വീടുകളിൽ നിന്നല്ല, ഒരു വാർഡിൽ, ഒരു പഞ്ചായത്തിൽ തന്നെ പല വാർഡുകളുണ്ട്, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികളിൽ തന്നെ പല വാർഡുകളുണ്ട്. അവിടെ നിന്നാണ് അത് കളക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അവർക്ക് നല്ലൊരു കയ്യടി കൊടുത്തേ നിങ്ങള്. അവരുടെ കാര്യം പറയുമ്പോ നമ്മളൊരു കയ്യടി കൊടുക്കണമല്ലോ. ഒരു ക്ലാപ്പ് കൊടുത്തേ, ഒന്ന് ഹരിത കർമ്മസേനനെ വിചാരിച്ചു ക്ലാപ്പ് കൊടുക്കുക കേട്ടോ. അപ്പോ നമ്മൾക്ക് നേരിട്ട് അറിയാവുന്ന ആളുകൾ ഉണ്ടാകും, അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിയിൽ നിന്നുള്ള ആളുകളും ഈ ജോലികളൊക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പൊ വളരെ നല്ലൊരു കാര്യമാണ് അവർ ചെയ്യുന്നത് കേട്ടോ. കാരണം ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്ത് മക്കളുടെ സ്കൂളിൽ തന്നെ ചെയ്തത്. അവിടെ ഹരിതകർമ്മസേനയുടെ പ്ലാസ്റ്റിക് കൊണ്ടുപോയിട്ട്, അപ്പൊ ഞങ്ങളുടെ ഈ വിദ്യാലയത്തിന് ഹരിതകർമ്മസേനയുടെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതായത് ഒറ്റ പ്ലാസ്റ്റിക് വസ്തുക്കൾ പോലും അവിടെ ഉപയോഗിക്കുന്നില്ല. കുട്ടികളുടെ വാട്ടർ ബോട്ടിലില്ലേ, അതുവരെ അവര് എന്താ പറയാ പ്ലാസ്റ്റിക് മാറ്റിയിട്ട് ഇപ്പൊ സ്റ്റീൽ ബോട്ടിൽ നിർബന്ധാക്കി. അഥവാ വാങ്ങാൻ പറ്റാത്തവർക്കാണെങ്കിൽ മൺകൂജയിൽ വെള്ളം നിറച്ച് വെച്ചിട്ട് അതാണ് കൊടുക്കുന്നത്. അപ്പോൾ പ്ലാസ്റ്റിക് വസ്തുക്കൾ ഒന്നും സ്കൂളിലേക്ക് കടത്തണേ ഇല്ല. അപ്പോൾ ഈ സ്കൂളിന് ഇപ്പൊ തന്നെ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നെന്മണിക്കര പഞ്ചായത്തിന്റെ ഒരു അവാർഡ് കിട്ടി. അപ്പൊ ഹരിത വിദ്യാലയമായിട്ട് പ്രഖ്യാപിച്ചു ഇവരുടെ സ്കൂളിനെ. അപ്പോ എന്താ പറയാ,
അവര് ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ പ്ലാസ്റ്റിക് ഒക്കെ അവർ കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. നമുക്ക് കത്തിച്ച് കളയേണ്ട ആവശ്യമൊന്നും തന്നെ വരുന്നില്ല. പിന്നെ നമ്മളുടെ ഒരു പണി എന്ന് പറയുന്നത് വേർതിരിച്ച് വെക്കുക എന്നുള്ളത് മാത്രമാണ് അല്ലെ. അതാണ് നമുക്ക് തരുന്ന പണി. കടലാസുകളൊക്കെ നമ്മൾ ഉണ്ടാകും, കടലാസൊക്കെ സെപ്പറേറ്റ് വെക്കുക, പാലിന്റെ പാക്കറ്റ് ഒക്കെ കഴുകിയിട്ട് എന്ത് ചെയ്യുക, ഉണക്കിയിട്ട് അവരുടെ ആ ഒരു ഇതിൽ നിക്ഷേപിക്കുക, അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം. ഓക്കെ, അപ്പോ എന്താ പറയാ, ഈ ഒരു പ്ലാസ്റ്റിക് കത്തിക്കുന്നതിലൂടെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് രോഗം വരുന്നത്. അപ്പോ അതുപോലെ തന്നെ TB പേഷ്യൻസ്, ക്ഷയം പോലുള്ള അസുഖങ്ങള്, ട്യൂബർക്കുലോസിസ് പോലുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ ക്യാൻസർ, അങ്ങനെയുള്ള വളരെ ശ്വാസകോശത്തിന് ഭീഷണിയാകുന്ന പല രോഗങ്ങളൊക്കെയുള്ള പ്ലാസ്റ്റിക് കത്തിക്കുന്നതിലൂടെയൊക്കെ ആയിരുന്നു മുമ്പ് ഉണ്ടായിരുന്നത്. ഇപ്പോഴും ഉണ്ടാകുന്നത് അങ്ങനെയാണ്. പക്ഷെ ഇപ്പൊ അതിന്റെ തോത്, അതായത് ഭാവി തലമുറയ്ക്ക് അതിന്റെ തോത് ഇപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ഭാവി തലമുറയ്ക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. കാരണം ഇപ്പോഴും നല്ല എയറാണ് ശ്വസിക്കുന്നത്. നമ്മുടെ വീട്ടിൽ നിന്നായിരിക്കും എത്ര വീടുകളിൽ, ഓരോ വീടുകളിലും പ്ലാസ്റ്റിക് മുമ്പ് കത്തിക്കായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഈ കത്തിച്ച പുക എത്ര വീടുകളിൽ ഇങ്ങനെ കത്തിച്ചിട്ടുണ്ടാവും. അപ്പൊ ഒന്ന് ഓർത്തു നോക്കിയാൽ നമ്മള് എത്രമാത്രം എയർ ഒക്കെ പൊല്യൂട്ടഡ് ആയിട്ടുണ്ടാവും. ആ പൊല്യൂഷൻ അല്ലെ, ആ ഒരു എയർ അല്ലേ നമ്മുടെ കുഞ്ഞുമക്കൾ ശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയല്ലേ അവർക്ക് രോഗങ്ങൾ ഉണ്ടാകുന്നതും. അപ്പോ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എയർ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, ക്ലിയർ ആണോ? മനസ്സിലായില്ലേ കോസസ് ഓഫ് എയർ പൊല്യൂഷൻ? യെസ് മാം, ക്ലിയർ. ഇനി അടുത്തത് കോൺസിക്വൻസസ് ഓഫ് എയർ പൊല്യൂഷൻ ആണ്. അതായത് എയർ പൊല്യൂഷന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് എഫക്ട്സ് അതിന്റെ എന്നാണ് പറയുന്നത് കേട്ടോ. ഫസ്റ്റ്, എഫക്ട് ഓഫ് ക്ലൈമറ്റ്. എങ്ങനെയാണ് ക്ലൈമറ്റിന് എഫക്ട് ചെയ്യുക? കോൺസിക്വൻസിൽ വരുന്നതാണ് എഫക്ട് കേട്ടോ. അല്ല, ക്ലൈമറ്റിനെ എഫക്ട് ചെയ്യുന്നത് എന്തൊക്കെയായിരിക്കും? അപ്പൊ ക്ലൈമറ്റിനെ എഫക്ട് ചെയ്യുന്നത് എന്താ നമുക്ക് പോയിന്റ് ആയിട്ട് പറയാനായിട്ട് സാധിക്കുക? കാലാവസ്ഥയിൽ മാറ്റം വരുന്നു. മഴ, എന്താ? കാലാവസ്ഥയിൽ ഭയങ്കര മാറ്റം വരുന്നു. ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുമല്ലേ നമ്മള്. അതിനെയാണ് നമ്മൾ ഇത് പറയുക, ആഗോള താപനം അഥവാ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. എന്താണ് ഗ്ലോബൽ വാർമിംഗ്? നമ്മുടെ ഓസോൺ പാളി എന്താവുകയാണ്? ഹോൾസ് വീഴാണ്. ഹോൾസ് വന്നുകൊണ്ടിരിക്കുകയാണ്. കുറഞ്ഞു വരികയാണല്ലേ ഓസോൺ പാളിയിലെ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും? അങ്ങനെ തിക്നെസ് കുറഞ്ഞു വരുമ്പോൾ, അതിന് വിടവിട്ടാകുമ്പോൾ അൾട്രാവയലറ്റ് കിരണങ്ങൾ നമ്മുടെ ഭൂമിയിൽ ധാരാളം ദോഷവശങ്ങൾ നമുക്ക് ഉണ്ടാവുകയും ചെയ്യുന്നു. ദാറ്റ് ഈസ് ഗ്ലോബൽ വാർമിംഗ്. ഓക്കെ, അപ്പൊ അതാണ് ക്ലൈമറ്റിൽ ഉണ്ടാവുന്ന ഒരു എഫക്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എയറോസോൾസ്, അതായത് ചെറിയ ചെറിയ കുമിളകള്, അതായത് ചെറിയ ചെറിയ ഹോളുകള് വായുവിൽ പ്രത്യക്ഷപ്പെടും, അല്ലെങ്കിൽ അന്തരീക്ഷത്തിന്റെ വിവിധ പാളികളിലായിട്ട് എയറോസോൾസ് ഫോം ചെയ്യും. അതും എന്താണ്? വിഷപദാർത്ഥങ്ങളാണ് അതൊക്കെ. ഓക്കെ, അതും എഫക്ട് ചെയ്യുന്നുണ്ട് ഫോർമേഷൻ ഓഫ് എയറോസോൾസ്. ഈ പോയിന്റ് ഒന്നുകൂടി പറയൂ. ഫോർമേഷൻ ഓഫ് എയറോസോൾസ്, AEROSOLES, എയറോസോൾസ്. അടുത്തത് ചേഞ്ച് ഇൻ വെതർ പാറ്റേൺസ്, അതായത് കാലാവസ്ഥയിൽ മാറ്റം വന്നു. ഇപ്പൊ മഴ സമയത്താണെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും, ജൂൺ ജൂലൈ മാസത്തൊക്കെ ഭയങ്കര ചൂടായിരിക്കും. ഇനി എന്താ പറയാ, ചൂട് സമയത്ത് മഴയായിരിക്കും. അപ്പോ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റം. ലാസ്റ്റ് വൺ, ആസിഡ് റെയിൻ. ആസിഡ് മഴ എന്ന് കേട്ടിട്ടുണ്ടോ? ആസിഡ് മഴ, അതൊക്കെ എന്താണ്? എഫക്ട് ഓഫ് ക്ലൈമറ്റിൽ വരുന്നതാണ് കേട്ടോ. ഓക്കെ, ഇപ്പൊ ഗ്ലോബൽ വാർമിംഗ്, അതുപോലെ ഫോർമേഷൻ ഓഫ് എയറോസോൾസ്, ചേഞ്ച് ഇൻ വെതർ പാറ്റേൺ, ആസിഡ് റെയിൻ. ഓക്കെ,
എഫക്ട് ഓൺ വിസിബിലിറ്റി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട് ഇത്രയും എടുത്തതില്? മിസ് ഈ ലാസ്റ്റ് പറഞ്ഞ 3 ഒന്ന് പറയാമോ? ലാസ്റ്റ് പറഞ്ഞ 3. ഓക്കെ. ഫോർമേഷൻ ഓഫ് എയറോസോൾസ്, AEROSOLES. Then change in weather patterns. Change in weather patterns. The last, acid rain. Acid rain. Okay. Effects on visibility തുടങ്ങി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. ഒരു ഡൗട്ട് ഒന്നുമില്ല എല്ലാവർക്കും? ക്ലിയർ മാം. ഹലോ മിസ്സേ. മിസ്സേ പിന്നെ ഒരു കാര്യം പറയാണ്. മിസ്സേ അന്ന് എക്സാം ഇട്ടില്ലായിരുന്നോ? അപ്പൊ അതില് വന്ന ക്വസ്റ്റ്യൻസ് ഇനി ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇടാൻ പറ്റുമോ? അത് എഴുതിയെടുത്തിട്ട് വെച്ചേക്കാനായിരുന്നു. ആൻസർ സഹിതമാണോ നിങ്ങൾ പറയുന്നേ? മിസ്സേ ആൻസർ ഉൾപ്പെടെ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാവോ? അത് മാത്രമായിട്ട് കിട്ടിയിട്ടില്ലായിരുന്നു. അത് മാത്രമായിട്ട് കിട്ടിയിട്ടില്ല. ആർക്കും കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടില്ല മാം. കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടില്ലല്ലേ? ഞാനിത് പറയാം. ജിഷാമിസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നി തന്നിട്ടുണ്ടാകുമെന്ന്. ഇവിടെ പറയാം കേട്ടോ. ഓഫീസിൽ ഞാൻ നാളെ വന്നിട്ട് പറയാം. ഓക്കെ, കിട്ടി തരാനായിട്ട് പറയാം. എഴുതി വെക്കുക കേട്ടോ. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഒക്കെ എഴുതി വെക്കുക. എവിടെയാണ് പാളിച്ച പറ്റിയത്, കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കുക. നിങ്ങൾക്ക് വീക്കായിട്ട് നിങ്ങളുടെ ഏരിയ കണ്ടുപിടിക്കുക കേട്ടോ. വീക്ക് ഏരിയ കണ്ടുപിടിക്കുക ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട്. ഓക്കെ, മൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. നെക്സ്റ്റ് വീക്ക് കാണാം. താങ്ക് യു മാം. താങ്ക് യു മാം. ഹാപ്പി ന്യൂ ഇയർ മാം. താങ്ക് യു മാം. Thank you, ma'am. Good night.